മാസപ്പടി കേസിൽ എസ്എഫ്ഐക്കും കേന്ദ്ര ആദായ നികുതി വകുപ്പിനും ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസ്. എസ്എഫ്ഐ അന്വേഷണത്തിനെതിരെ സിഎംആറിൽ നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കേന്ദ്ര സർക്കാരും എസ്എഫ്ഐയും 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, എസ്എഫ്ഐ അന്വേഷണത്തിനെതിരെ സിഎംആറിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി കേന്ദ്ര സർക്കാർ ആദായ നികുതി വകുപ്പിനും നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. വിവാദമായ മാസപ്പടി കേസിലാണ് കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് എസ്എഫ്ഐ അന്വേഷണത്തിനെതിരെ സിഎംആർ നൽകിയ ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ നടപടി. എസ്എഫ്ഐയും കേന്ദ്ര ആദായ നികുതി വകുപ്പും കേന്ദ്ര കമ്പനികളുടെ മന്ത്രാലയവും ഈ നോട്ടീസിന് മറുപടി നൽകണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഡൽഹി ഹൈക്കോടതി ഈ ഹർജി മെയ് 7-ന് പരിഗണിക്കുകയും ചെയ്യും. ഈ ഹർജിയിൽ സിഎംആറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് കളങ്കിതവും നിയമവിരുദ്ധവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാസപ്പടി കേസിലെ ഇഡി എസ്എഫ്ഐ അന്വേഷണമാണ് സിഎംആറിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം ഐടി വകുപ്പ് തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, മൊഴികൾ എന്നത് വ്യക്തികൾക്കോ അന്വേഷണ ഏജൻസികൾക്കോ കൈമാറുന്ന തടയണം എന്നും സിഎംആറിൽ ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം ഐടി സുപ്രീംകോടതി കമ്മീഷന്റെ ഉത്തരവ് പൊതുരേഖയല്ലാതെ അത് മറ്റൊരു വഴിയിലാണ്. കേന്ദ്ര സർക്കാരും എസ്എഫ്ഐയും 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ദില്ലി ഹൈക്കോടതി നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.